ആ ലാലി മാഡം അന്വേഷിച്ചു എന്ന് പറഞ്ഞു. ലാലി മാഡം എവിടെയായിരുന്നു ഇത്രയും നേരം? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എടാ വെള്ളം വരാറായോടാ? വരുമ്പോ അറിയിക്കാം. നീ എനിക്കൊരു ഉപകാരം ചെയ്യുവോ? എന്താ? ഒരു പായും തലയുടെ ബാത്റൂമിലേക്ക് തരുവോ? അതെന്നാ റൂമിൽ സ്ഥലമില്ലേ? എടാ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണ്ട ബെഡ്റൂമിലേക്ക് വരാൻ. അതെ താണ്ടേ പിന്നെ ഉരുണ്ട കേറുവാ. നീ വരുന്നു എങ്ങോട്ട്? എടാ ബാത്റൂമിലേക്ക്. എന്തിന്? എടാ ഒരു കമ്പനിക്ക്. ബാക്കി അവിടെ ഇരുന്ന് പറയാവടാ. എടാ പാടാ. അയ്യോ ആടെ ക്ലോസറ്റ് ചെല്ലുന്നേ. വൃത്തികെട്ടവൻ കമ്പനിക്ക് വിളിക്കുന്നിടത്തൊന്നും ബാറിലേക്കാണ്. അയ്യോ വെള്ളമില്ലല്ലോ. അരവിന്ദ് വെള്ളമില്ല. അരവിന്ദ് അരവിന്ദ് വെള്ളമില്ലാന്ന്. അരവിന്ദ് പറഞ്ഞത് കേട്ടില്ലേ? മലയാളം മാത്രം വരുത്തൂല്ലോ. വെള്ളമില്ലാന്ന്. ഇത് ടൗണല്ലേടി, ഇവിടെ ചിലപ്പോ വെള്ളം വരും, വെളിച്ചം പോവും, വരും, വരാതിരിക്കും. ഞാൻ എന്ത് ചെയ്യണമെന്ന് ഈ പറയണേ? എന്ത് ചെയ്യണം? ഇത് കേട്ടാത്തൊന്നും ഞാൻ പറയുന്ന മുഴുവൻ അനുസരിച്ച് ജീവിക്കുന്ന വിനീത വിധേയ ഭാര്യ നീന്ന്. മഞ്ജു, നീ എന്ത് വേണേ ചെയ്. അരവിന്ദ് ഐ എം സീരിയസ്. എനിക്ക് 100 കൂട്ടം പണിയുണ്ട് ചെയ്യാൻ. എനിക്കൊന്നും ഒരു പണിയില്ല. ആറ്റുനോറ്റ് കിട്ടിയ ഹർത്താല. പകല് മുഴുവൻ കിടന്നുറങ്ങണം. ശല്യപ്പെടുത്തരുത്. ഇപ്പൊ ശല്യം ഞാനായി. അതെ, നീ എന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞോ അന്ന് മുതൽ ഞാൻ എന്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്തു. എന്റെ ആംബിഷൻസ് ഒക്കെ ഞാൻ നിനക്ക് വേണ്ടി പണയം വെച്ചു. പണയം, ബാങ്ക്, പലിശ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തമ്മിലുള്ള പൈസയുടെ കണക്ക് പറയാനാണെങ്കിൽ പറ. കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് മുഴുവനും നിന്റെ വാക്കും കേട്ട് ഈ ഫ്ലാറ്റ് എന്ന് പറഞ്ഞ് വേസ്റ്റ് കൊണ്ടേ കളഞ്ഞില്ലേ ഞാൻ. അതുകൊണ്ട് മനസമാനമായിട്ട് കയറി കിടക്കാനൊരു സ്ഥലമുണ്ട്. ആരും ചോദിക്കാനുമില്ല, പറയാനുമില്ല. എപ്പോ എവിടെയും വരാം, പോവാ. മനസമാധാനം അത് നിന്റെ കക്ഷത്തിൽ തല വെച്ചപ്പോ തീർന്നല്ലോ. എന്നാ തല ഒരുക്കൊണ്ടോ എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെട്. ഇതിനുള്ള മറുപടി പറയണതേ ഈ ഭാഷയിലല്ല. ഓ ഭാഷ, നിന്റെ ഭാഷയുടെ ഗുണമെന്ന് നീ എനിക്ക് പറഞ്ഞു തരണ്ട. ഒന്നുമില്ല, 5 വർഷം ഞാൻ നിന്നെ പ്രേമിച്ചതല്ലേ. അപ്പൊ നീ എന്റെ പേര് തേച്ച് വിളിക്കുമായിരുന്നോടി. ഇപ്പൊ ഈ ജോലിയിൽ ഏറാണ്ടൊക്കെ ആയപ്പോഴല്ലേ അരയും അരവിന്ദനും ഒക്കെ ആയത്. കരിയർ, പ്രൊഫഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസവിക്കൂല്ല, പിള്ളേരുമില്ല. കുഞ്ഞുങ്ങള് ഇനി അതിന്റെ കുറവേ ഉള്ളൂ. അതിന്റെ ഒക്കെ തീട്ടവും മൂത്രവും വാരി സ്പോയിൽ ചെയ്യേണ്ടതല്ല എന്റെ ലൈഫ്. കാപ്സ്യൂള് കഴിക്കുന്ന പോലെ ദിവസം 3 നേരം നീ എന്നെ കുറ്റം പറയുന്നുണ്ടല്ലോ. ഭർത്താവ് എന്ന നിലയിൽ ഞാൻ പരാജയമാണ്, സമ്മതിച്ചു. നീ എന്തുമാത്രം പെർഫെക്റ്റ് ആണെന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് നല്ലതായിരിക്കും. ബാല, നീ എവിടെയാണെങ്കിലും 1 മണിക്കൂറിനുള്ളിൽ നീ ഇവിടെ എത്തണം, ഫുൾ പേപ്പേഴ്സുമായി. ഹലോ ജോണേട്ടാ, ഏട്ടനിപ്പോ എവിടെയാ? രാത്രി എന്നെ ഒന്ന് വിളിച്ചു പോലും ഇല്ലല്ലോ. ഞാൻ എന്തോരം ടെൻഷൻ അടിച്ചെന്നറിയോ വിളിക്കാണ്ടായപ്പോ. ഭക്ഷണമൊക്കെ കഴിച്ചോ? അതെന്താ, എന്താ ഭക്ഷണം കഴിക്കാണ്ടിരുന്നേ? എന്ത് കഷ്ടമാണ്. ഞാൻ വൈകിട്ടല്ലേ വരും എന്ന് പറഞ്ഞ ജോണേട്ടനോട്. ജോണേട്ടാ, പിന്നെ ഹർത്താൽ ആയതുകൊണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങണ്ട കേട്ടോ. ഹർത്താൽ നല്ല സ്ട്രോങ് ആണെന്നാണ് കേട്ടിട്ടുള്ളത്. എന്തുവാടേ, ഓടാ. അയ്യോ ജോണേട്ടാ, അതിവിടെ പറഞ്ഞതാണ് ഞാൻ. എന്റെ മറ്റേ ഫ്രണ്ട് ഇല്ലേ രാഗിണി, അവൾ അടുത്തുണ്ടെന്നേ. നമ്മളിങ്ങനെ കാലത്തെ സൊള്ളുന്നത് അവൾക്ക് ഇഷ്ടപ്പെടണില്ല. നല്ല സൂയ. അതൊക്കെ നമുക്ക് വിടാം. പിന്നെ ഇവിടെ മഴയുണ്ടോ? ഉവ്വോ. അപ്പൊ പിന്നെ പുറത്തേക്കൊന്നും ഇറങ്ങണ്ട കേട്ടോ, ജലദോഷം പിടിക്കുവേ.
ഓക്കെ ഓക്കെ അപ്പൊ ശരി ടേക്ക് കെയർ ടാറ്റാ ബൈ ബൈ ഓ നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു വെച്ചാ. കാമുകന്റെ അടുത്തിരുന്നുകൊണ്ട് ഭർത്താവിനെ ഇങ്ങനെ സൂചിപ്പിക്കാനുള്ളൊരു കഴിവുണ്ടല്ലോ അപാരം തന്നെ മോളെ. തേക്ക് നിന്റെ ഭാര്യ എങ്ങനെയാ? ഞാൻ പറയുന്നതിനപ്പുറം ഒരു വാര അവൾ അങ്ങോട്ട് പോവില്ല. നീ നിന്റെ ഭർത്താവിനെ വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുന്ന പോലെ തന്നെ ഞാനും അവളെ വിശ്വസിപ്പിച്ച് കുളിപ്പിച്ച് കിടത്തിയേക്കാം ഫ്ലാറ്റ്. അടിപൊളി. ഉടനെ എങ്ങാനും വരുവോ? ഇന്ന് ഹർത്താലല്ലേ, ഞാൻ കാറ് ഓട്ടി ചെന്നാലേ അവൾ ഇങ്ങോട്ട് വരുള്ളൂ. അതുവരെ നമുക്ക് ഇവിടെ തിമിർക്കാം. നീ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേ. മൊബൈലിൽ തള്ളി പറയണ്ട കേട്ടോ, ഇതാണ് നമ്മള് വീണ്ടും വരുവിപ്പിച്ചത്. ഓ സമ്മതിച്ചെന്റെ പൊന്നേ. ആ വിട്, ഞാനൊന്ന് ടോയ്ലറ്റിലൊക്കെ പോയി ഫ്രഷ് ആയി വരട്ടെ. ഓക്കെ. ആ ശ്ശോ, രാഹുൽ വെള്ളമില്ലല്ലോ. വെള്ളമൊക്കെ വന്നോളൂ, നീങ്ങി വാ. തങ്കം തങ്കം ഓ തുടങ്ങി. ഇങ്ങനെ വായി വെള്ള തുണിയും കുത്തി തിരികെങ്കിൽ തകതി മനസ്സമാധാനം കിട്ടിയേനെ. ഇങ്ങ വാങ്ങോ. ഓ കാര്യം തൊണ്ട പൊട്ടിക്കണ്ട, ഞാൻ വരുന്നു. എന്നതാ തങ്കത്തിന് വേണ്ടത്? തങ്കം അവിടെ ഇരിക്കുന്ന തണ്ണി ഇങ്ങെടുക്ക്, അത് ശുദ്ധമാണ് ഗംഗാജലം. ഇവിടുന്ന് ഒരു അടി എഴുന്നേറ്റ് എന്ന് എടുക്കാന്നല്ലോ ഗംഗാജലം. ഞാൻ അടുക്കള ജോലിക്കിടയിൽ വന്ന് എടുത്ത് തന്നല്ലേ മനസ്സമാധാനം ഉള്ളോ? അങ്ങനെയൊന്നും ചൊല്ലക്കൂടാതെ. അപ്പ വലിച്ചു കിടക്കത്. സ്വർഗത്തിലേക്ക് പോകുന്നത് വരെ നമ്മ കൂടെ തന്നെ വേണം. ഒരാഴ്ചയായില്ല സ്വർഗത്തിലേക്ക് പോകുന്ന പറഞ്ഞ് ജോലിക്കും പോകാതെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. അങ്ങോട്ട് തീരുന്നുമില്ല, വാഴുന്നുമില്ല. മനുഷ്യന് സ്വസ്ഥതയില്ല. പോയി മനുഷ്യന്റെ ഊപ്പാട് തീരുന്നു. തങ്കം ദോഷം ചൊല്ലക്കൂടാതെ. ഇതൊക്കെ പുണ്യപ്രവൃത്തി താനേ. എനിക്ക് ആ പുണ്യം വേണ്ട, നിങ്ങൾ അങ്ങോട്ട് ഒറ്റയ്ക്ക് എടുത്തു. എന്തൊരു മനുഷ്യനാപ്പ. നാളെ നമുക്ക് ഈ ഗതി വരും, അത് മറക്ക വേണ്ട. ഓ വന്നാലേ ഞാൻ അങ്ങോട്ട് സഹിച്ചു. നന്നോട് തർക്കിച്ചു നിൽക്കാൻ ഞാനില്ല. നീ ആ ഗംഗാജലം ഇങ്ങോട്ട് എടുക്ക്, ഞാൻ അപ്പൊ അവിടെ ശുണ്ടൊന്ന് നനച്ചു കൊടുക്കും. ഇനിയിപ്പൊ ഞാൻ എടുത്തു തരാഞ്ഞിട്ടേ നിങ്ങളുടെ അപ്പ സ്വർഗത്തിൽ പോകാതിരിക്കണ്ട. അപ്പാ അപ്പാ തങ്കം തങ്കം നീ എന്ത് പണിയാ ചെയ്ത് അപ്പാക്ക് കൊടുക്കണ ഗംഗാജലം താനത്? ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഇനിയിപ്പൊ എന്നാ ഞാനാ അപ്പനെ എടുത്തോണ്ട് വന്ന് കമ്പത്തി കൊണ്ടേ കിടത്തുക, എന്നിട്ട് നക്കി നക്കി അങ്ങോട്ട് കുടിക്കട്ടെ. തങ്കം എന്നാ കുറച്ച് സാധാരണ വെള്ളം കൊണ്ടുപോവാ. ഇവിടെ പൈപ്പിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. വെള്ളം ഇല്ലേ? ഇല്ലെന്നേ. വെള്ളത്തിന് എന്ത് ചെയ്യും? അപ്പാക്ക് ദാഹിക്കുന്നു. നിങ്ങൾ ആ പുറത്തെങ്ങാനും പോയി നോക്ക്. ഞാനോ? അല്ല ഞാൻ തന്നെ പോയി നോക്കാം. അത് ഞാൻ തന്നെ പോണം. ഈ ഒരു മനുഷ്യൻ. അപ്പാ തണ്ണി ഇപ്പൊ തരാവേ. ആശ്വാസമായി. മതി നിന്നെ. നീ ശുദ്ധമാണോ? എന്താ സാറേ? അല്ല നീ ശുദ്ധമാണോന്ന്. അത് പിന്നെ ശുദ്ധമല്ല അല്ലേ? അപ്പാക്കേ വലിയ ഇത്തിരി കൂടുതലാ. ചുണ്ട് നനയ്ക്കാൻ ഇത്തിരി വെള്ളം വേണം. ഇവിടെ തീർന്നു. ശുദ്ധമില്ലാത്തവർ തണ്ണിയെടുത്താൽ ആത്മാവ് നരകത്തിൽ പോകും. വേണ്ട വേണ്ട. ഇനിയിപ്പൊ എവിടെ പോയിട്ട് പെണ്ണിന് മാത്രം ശുദ്ധ അശുദ്ധി. എന്ത് വളമാണ് മോനെ നീ ഇതിനൊക്കെ ഇടുന്നത്? സാറെന്താ എനിക്ക് വളമിടാൻ വന്നതാണോ? നിന്റെ ഈ ഞെരിപ്പ് കണ്ടപ്പോ എനിക്കൊരു കൊതി തോന്നി. പണ്ട് ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കിയതാ ഇങ്ങനെ ഒന്നാവാൻ. പക്ഷെ മസിൽ വെട്ടിക്കേറി 3 മാസം ആശുപത്രി കിടക്കാനായിരുന്നു യോഗം. അതോടെ ആ പൂതി അങ്ങ് തീർന്നു. പക്ഷെ നിന്നെ പോലുള്ള പിള്ളേരെ കണ്ടാൽ എനിക്ക് അങ്ങ് ഉണരും. പഴയ ഓർമ്മ, നൊസ്റ്റാൾജിയ. ഇത്തിരി നേരത്തെ ആയിരുന്നെങ്കിൽ നിനക്ക് ഞാൻ എന്റെ മോളെ കെട്ടിച്ചു തന്നെ. എവിടെ അടിച്ചു നോക്കി ശരിക്കടിക്കും. കോപ്പ് കെട്ടിച്ചേരും. ഹലോ, കൊഴപ്പില്ല ഡാഡി, ഞാൻ പഠിക്കായിരുന്നേ. പിന്നെ ഞാൻ ഫോൺ കട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ പഠിത്തത്തിന്റെ ടച്ച് വിട്ടു. ശരി. നേരം വിളിത്താ. എടാ അലക്സ് എഴുന്നേക്കടാ. എടാ എഴുന്നേക്ക. എന്താടാ നേരം വിളിത്ത്? എപ്പോ? അയ്യോ ചതിച്ചല്ലോ. അവളോടാ നോക്കാം. ഹലോ, നേരത്തെ എഴുന്നേറ്റാ?
എത്ര വൈകി കിടന്നാലും നേരത്തെ എണീക്കുന്ന എന്റെ ഒരു ശീലമാണ്. വൈകി കിടക്കുന്ന കുട്ടിയുടെ ഒരു ശീലമാണല്ലോ അല്ലേ അല്ലേ? Naughty boys. ഇന്നലത്തെ ഒരു രാത്രി ഫുള്ള് വേസ്റ്റ് ആക്കി കളഞ്ഞു. അത് പിന്നെ ഇന്നലെ ആട്ടവും പാട്ടും ഡാൻസും ഒക്കെ ആയപ്പോ അങ്ങനെ എന്നെ മറന്നുവല്ലേ? എന്ത് മറന്നൊന്നുമല്ല. പിന്നെ? ഈ ഹർത്താൽ ദിവസം നമുക്കൊരു ആഘോഷ ദിവസമാക്കി മാറ്റിയാലാ? എങ്ങനെ തുടങ്ങിയാലാ? ഞാൻ റെഡി. ഇതിനൊക്കെ ഒരു പ്രൈവസി വേണ്ടേ? ഇത് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചാ ഒരു മൂഡും ഉണ്ടാവൂല. ഒരു കമ്പനി കൂടി വട്ടം കൂടി ഇരുന്ന് സിപ്പായി കുടിച്ചാ ഡയറക്റ്റ് സ്വർഗത്തിൽ പോവാ. നീ ഇതാണ് ഉദ്ദേശിച്ചത്? പിന്നെ ജയിക്കും എന്താ ഉദ്ദേശിച്ചേ? അതല്ല, ഐ മീൻ ഇത് തന്നെ. ജയിക്കൂ, നീ 2 ഗ്ലാസ് ഒന്ന് കഴുകിക്കൊണ്ടുവാ. നമുക്ക് 2 എണ്ണം പൂശാടാ. പോയി കഴിക്കൊണ്ടുവാ. നല്ല കൈ വേണ്ടട്ടാ. നോക്കിക്കോടി, മദ്യപിച്ച് നിന്നെ ഞാൻ ബോധം കെടുത്തു. എന്നിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാട്ടാ. ആദ്യം ഗ്ലാസ് ഇടട്ടെ. വെള്ളമില്ലല്ലോ. പണ്ടരണങ്ങനിട്ട് ഇനിയിപ്പോ ഗ്ലാസ് കഴുകാണ്ട് അടിച്ചാ മതി. അമൃതൊന്നും അല്ലല്ലോ അടിക്കണത്, അത് മതി. ഗ്ലാസ് എത്തി. രണ്ടുപേരും ശ്രദ്ധിക്കുക. 30 മില്ലി മദ്യത്തില് 40 മില്ലി സോഡ ഒഴിക്കുക. 4 മില്ലി വരുന്ന 3 ഐസ് ക്യൂബ് അതിലിട്ട് 2 റൗണ്ട് ഒന്ന് കറക്കി കാർന്നോമാർക്ക് കൈമുക്കി ഓരോ തുള്ളി നാക്കിലിട്ടിച്ച് നാക്കൊണ്ട് ഗ്ലാസിന്റെ വക്കിലൊന്ന് തലോടി കവിളിൽ കൊള്ളുന്ന അത്ര എടുത്ത് ഒന്ന് കുലുക്കി കഴിഞ്ഞു ഒറ്റയർക്ക. എന്റെ ജേക്കപ്പേ ഉടലോട് സ്വർഗത്തിലെത്തും. എന്നിട്ട് അതിന്റെ സ്റ്റില്ലെടുത്ത് വാട്സപ്പിന്റെ ഗ്രൂപ്പിലിടാം. നീ ആദ്യം സ്വർഗത്തിലെത്ത്, പിന്നാലെ ഞങ്ങളും വരാം. ഒരുമിച്ച് പോവാടാ. വെള്ളം, ഐസ്, സോഡ ഒന്നും ഇല്ലല്ലോ അരുണേ. എന്നാ പൈപ്പിന്ന് എടുക്കളക്സേ. രക്ഷ, പൈപ്പിലും വെള്ളമില്ല. അപ്പോ ഡ്രൈ അടിക്കുന്ന കണ്ടോ? തീർക്കല്ലേ.